കഴിഞ്ഞ വർഷം ഒക്ടോബർ അവസാനമാണ് ദുബായ് മെട്രോയിൽ 30 കിലോമീറ്റർ നീളത്തിൽ ബ്ലൂ ലൈൻ നിർമ്മിക്കുമെന്ന് ദുബായ് RTA പ്രഖ്യാപിച്ചത്. ഒരു വർഷം പോലും തികയും മുൻപാണ് പ്രൊജക്ട് നടപടികൾ പൂർത്തിയാക്കി 14 സ്റ്റേഷനുകളുള്ള ബ്ലൂ ലൈൻ സർവീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന പുതിയ അറിയിപ്പ്. 30 കിലോമീറ്ററിൽ 15.5 കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെയാകും നിർമ്മിക്കുക. 14.5 കിലോമീറ്റർ എലവേറ്റഡ് പാതയായി നിർമ്മിക്കുമെന്നും ദുബായ് RTA ചെയർമാൻ മതാർ അൽ താഹിർ അറിയിച്ചു. നിലവിലുള്ള റെഡ്, ഗ്രീൻ ലൈനുകളെയും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും നേരിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് സിലിക്കൺ ഒയാസിസ്, അക്കാദമിക് സിറ്റി, ഇന്റർനാഷണൽ സിറ്റി, ബർദിഫ് സിറ്റി സെന്റർ തുടങ്ങിയ മേഖലകളിലൂടെയാകും ബ്ലൂ ലൈൻ കടന്നുപോകുക. 2029 ബ്ലൂ ലൈൻ സർവീസ് ആരംഭിക്കുന്ന വിധത്തിലാണ് നിർമ്മാണം. എമിറേറ്റിൽ പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരുടെ എണ്ണം 13% വർദ്ധിച്ചതായും ദുബായ് RTA അറിയിച്ചു. 70,20,00,000 പേരാണ് കഴിഞ്ഞ വർഷം മെട്രോ, ബസ്, അബ്ര, ബോണോറയിൽ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനം വഴി യാത്ര ചെയ്തത്. പ്രതിദിനം 19 ലക്ഷത്തിലധികം പേർ പൊതുഗതാഗത സംവിധാനത്തിലൂടെ യാത്ര ചെയ്തു. 26 കോടി പേർ മെട്രോയിലും 20 കോടിയോളം പേർ ടാക്സിയിലും സഞ്ചരിച്ചതായി RTA അറിയിച്ചു. ബ്ലൂ ലൈനിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ദുബായ് മെട്രോയുടെ ആകെ ദൈർഘ്യം 131 കിലോമീറ്ററായും ആകെ സ്റ്റേഷനുകളുടെ എണ്ണം 78 വർദ്ധിക്കും. മാതൃഭൂമി ന്യൂസ്, ദുബായ്.